നമസ്കാരം. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നന്ദനാർ എന്നറിയപ്പെടുന്ന PC ഗോപാലൻ എഴുതിയ അനുഭവങ്ങൾ എന്ന നോവലാണ് നാം ഇന്ന് ക്ലാസ്സിൽ പരിചയപ്പെടുവാൻ പോകുന്നത്. 1926 മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്താണ് നന്ദനാരുടെ ജനനം. പരമേശ്വര തരകന്റെയും നാണിക്കുട്ടി അമ്മയുടെയും പുത്രനാണ്. 1942 മുതൽ 1964 വരെ പട്ടാളത്തിൽ സിഗ്നൽ വിഭാഗത്തിൽ ജോലി ചെയ്തു. 1965 മുതൽ ഫാക്റ്റിൽ പബ്ലിസിറ്റി വിഭാഗത്തിൽ സേവനം അനുഷ്ഠിച്ചു. 1963 കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നോവുകൾ എന്ന നോവലിന് ലഭിക്കുകയുണ്ടായി. നന്ദനാരുടെ പൂർവാശ്രമ കഥയാണ് അനുഭവങ്ങൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യ ഘട്ടം അവസാനിക്കുന്നിടത്താണ് അനുഭവങ്ങൾ എന്ന നോവൽ അവസാനിക്കുന്നത്. അതിനുശേഷമാണ് നന്ദനാർ എന്ന എഴുത്തുകാരൻ്റെ രണ്ടാം ഘട്ടം തുടങ്ങുന്നത്. അതുകൊണ്ട് ആദ്യം വായിക്കേണ്ടത് അനുഭവങ്ങൾ എന്ന അവസാന കൃതിയാണ്. ആദ്യ ഘട്ടത്തിൽ എഴുതിയ കൃതികൾ വായിക്കേണ്ടത് അവസാനമാണ്. അനുഭവങ്ങൾ എഴുതി പ്രസിദ്ധീകരണത്തിന് അയച്ചതിനു ശേഷം 2 ആഴ്ചയെ നന്ദനാർ ജീവിച്ചിരുന്നുള്ളൂ. പാലക്കാട്ടെ ഒരു ലോഡ്ജിൽ വെച്ച് വിഷം കഴിച്ച് അദ്ദേഹം മരിച്ചു. അനുഭവങ്ങളിലെ ഗോപിയും പലപ്പോഴും മരണത്തെ കാത്തു നിൽക്കുന്നുണ്ട്. വിശന്നു വലഞ്ഞു നടക്കുമ്പോൾ അവിചാരിതമായി കടന്നു വരാവുന്ന മരണത്തെ ഗോപി മോഹിക്കാറുണ്ട്. അമ്പി അയ്യരുടെ വീട്ടിൽ നിന്ന് രാമൻ നമ്പൂതിരിയോടൊപ്പം മടങ്ങുമ്പോൾ തറവാടിത്തം ഒരു ഭാരമായി തൻ്റെ ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കവേ കയ്യാലയിലെ മാളത്തിൽ ചാരി നിൽക്കുന്ന ഗോപി അതിനകത്തു നിന്ന് വരുന്ന വിഷപ്പല്ലുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. കാലിക്കൂട്ടങ്ങൾ കടന്നുപോയി കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാതിരുന്നതോർത്ത് ഗോപി വിതുമ്പുകയാണ്. വിശപ്പാണ് അയാളുടെ മുഖ്യ ശത്രു. അമ്പി അയ്യരുടെ ഹോട്ടലിലെ ഏത് ജോലിയും ചെയ്യാൻ ഗോപി സന്നദ്ധനാണ്. കത്തിയുരുകുന്ന ഈ വിശപ്പാണ്, അത് ശമിപ്പിക്കണം. അതിനു മുൻപിൽ പാടമ്പത്തു തറവാട്ടിൻ്റെ പഴയ പ്രതാപവും മഹിമയുമൊന്നും അവന് പ്രശ്നമല്ല. പക്ഷേ പാടമ്പത്തു തറവാട്ടിലെ സ്ഥിരം ദഹനക്കാരനായിരുന്ന പിച്ചാമണി അയ്യരുടെ മകൻ അമ്പിക്ക് അത് ഓർക്കാൻ കൂടി വയ്യ. പാടമ്പത്ത് തറവാട്ടിലെ ഒരു ഇളമുറക്കാരൻ തൻ്റെ പഴനിയിലെ ഹോട്ടലിൽ പണിയെടുക്കുന്ന കാര്യം. ആന മെലിഞ്ഞാൽ ആലയിൽ കെട്ടാറില്ലല്ലോ എന്നാണ് അയാൾ രാമൻ നമ്പൂതിരിയോട് പറയുന്നത്. നന്ദനാരുടെ കൃതികളിൽ അത്രയും വേഷപ്രച്ഛന്നനായ PC ഗോപാലനെ കാണാൻ കഴിയുമെന്ന് ഈ നോവലിൻ്റെ അവതാരകനായ NP വിജയകൃഷ്ണൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. PC ഗോപാലൻ ഗോപിയായി പകർന്നാടുകയാണ്. സൈനിക ജോലിയും ഫാക്റ്റിലെ ഉദ്യോഗവുമൊന്നും നന്ദനാരെ തൃപ്തനാക്കിയിരുന്നില്ല. വിശപ്പും ഏകാഗ്രതയുമാണ് അനുഭവങ്ങളിലെ കേന്ദ്ര പ്രമേയം. വിവാഹം കഴിഞ്ഞ് ഒരു വർഷമാകുന്നതിന് മുൻപ് മരിച്ചതാണ് ഗോപിയുടെ അമ്മയുടെ ആദ്യ ഭർത്താവ്. കുഞ്ചുകുട്ടിയമ്മയ്ക്ക് മരണാനന്തര ക്രിയ ചെയ്യാൻ ഒരു മകൻ പിറന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് രണ്ടാമതൊരു വിവാഹം എന്നാണ് കുടുംബത്തിലെ സ്ത്രീകളും സഹോദരങ്ങളുമൊക്കെ പറയുന്നത്. പക്ഷേ കുഞ്ചുകുട്ടിയമ്മ ആദ്യ ഭർത്താവ് മരിച്ച് 14 വർഷം കഴിഞ്ഞപ്പോഴാണ് പങ്കുണ്ണി നായരെ വിവാഹം ചെയ്തത്. അവർക്ക് 2 പേർക്കും താങ്ങും തണലുമാകുന്നതിൽ ആഗ്രഹം തോന്നി. പക്ഷേ കുഞ്ചുകുട്ടിയമ്മയുടെ ആദ്യ ഭർത്താവിലെ മകൻ അയാളെ വെറുക്കുകയാണ്. പങ്കുണ്ണി നായരെ സദാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയമ്മയും ചെറിയമ്മയും ആ വെറുപ്പിനെ ആളിക്കത്തിച്ചു. വലിയമ്മയുടെ ആദ്യ ഭർത്താവ് കൃഷ്ണൻ മൂസത് സംബന്ധം മാറ്റിപ്പോയി. പക്ഷേ അവർ രാമൻ നമ്പൂതിരിയെ ഭർത്താവായി സ്വീകരിച്ചു. കുഞ്ചുകുട്ടിയമ്മ നായരെ സ്വീകരിച്ചതുകൊണ്ടായിരിക്കണം അവർ കുത്തുവാക്കുകളുമായി സദാ അലട്ടുന്നത്. നമ്പൂതിരിമാർക്ക് ഇഷ്ടം പോലെ വേളികൾ ഇല്ലത്തുണ്ടാകും. എന്നാലും നായർ തറവാടുകളിൽ ഇഷ്ടം പോലെ സംബന്ധക്കാരികളെ കണ്ടെത്തുകയും ചെയ്യും. ചെറിയമ്മയുടെ മകൾ ദേവികയോപ്പോളെ വിവാഹം കഴിച്ചയക്കാത്തത് ഒരു നമ്പൂതിരി സംബന്ധക്കാരനായി വരണമെന്നുള്ളത് കൊണ്ടാണ്. 500 പറ നെല്ലളക്കുന്ന വയലുകളും ധാരാളം പറമ്പുകളും കുഞ്ചുകുട്ടിയമ്മയ്ക്ക് ഉണ്ടായിരുന്നു. മൂത്ത മകൻ രാവുണ്ണി അമ്മയെ കൂട്ടിക്കൊണ്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുകയും വിരൽ വെക്കുന്നിടത്ത് ഒപ്പിടാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അവസാനം ചെറിയ കുട്ടിയായ മാളുകുട്ടിയുടെ കാതിലെ കമ്മൽ വരെ കുട്ടിയുടെ മുഖത്തടിച്ച് ഊരിക്കൊണ്ടുപോയി. എല്ലാം തീർന്നപ്പോൾ അയാൾ പട്ടാളത്തിൽ ചേർന്നു. അമ്മയും കുട്ടികളും ജീവിക്കുന്നത് എങ്ങനെയെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. രാമൻകുട്ടിക്ക് വലിയമ്മ 2 നേരം ഭക്ഷണം കൊടുക്കും, മാളുകുട്ടി ചെറിയമ്മയ്ക്കും. പക്ഷേ 18 വയസ്സായ ഗോപി ഒന്നിനാക്കോണം വളർന്നവനായതുകൊണ്ട് ആരും ഭക്ഷണം നൽകിയില്ല. വിശപ്പ് അതുമാത്രമായിരുന്നു ഗോപിയുടെ എന്നത്തെയും ചിന്താവിഷയം. ചോറിനേക്കാൾ വലുതായിട്ടൊന്നുമില്ലെന്ന് വിശപ്പ് അവനെ പഠിപ്പിച്ചു. തറവാടിത്തത്തിന്റെ ഭാരം അവനെ ഒരു ജോലിയും ചെയ്യാൻ അനുവദിച്ചില്ല. 5ാം ക്ലാസ് വരെ പഠിച്ച അവന് കിട്ടാവുന്ന വലിയ ജോലി പട്ടാളക്കാരനാവുക എന്നത് മാത്രമായിരുന്നു. പാടമ്പത്ത് പറമ്പ് തറവാട്ടിലെ കുട്ടിക്ക് ഏത് ജോലിയും ചെയ്യാൻ മനസ്സുണ്ടായിരുന്നുവെങ്കിലും ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടില്ല എന്ന് പറഞ്ഞ് ആരും ജോലി നൽകിയില്ല. പാടമ്പത്ത് പറമ്പ് തറവാട്ടിലെ കുട്ടിക്ക് മറ്റുള്ളവരെ പോലെ വിശപ്പുണ്ടെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. ഇത് PC ഗോപാലൻ എന്ന നന്ദനാരുടെയും പ്രശ്നമായിരുന്നു. ഈ നോവലിലെ എല്ലാ അധ്യായത്തിലും ഗോപിയാണ് കേന്ദ്ര കഥാപാത്രം.
ഈ കഥാപാത്രത്തിൻ്റെ വിശപ്പാണ് കേന്ദ്രബിന്ദു. ജീവിതത്തിൽ നിന്ന് സ്വയം വിരമിച്ച കഥാപാത്രമാണ് നന്ദനാർ. അനുഭവങ്ങൾ എന്ന നോവൽ ആരംഭിക്കുന്നത് ജീവിക്കണം എന്ന ദൃഢനിശ്ചയത്തോടെയാണ്. പക്ഷേ നിരന്തരമായ വേട്ടയാടലോടെ ആ ചിന്ത മരണം സ്വീകരിക്കാനുള്ള മനസ്സുറപ്പിലേക്ക് വരെ എത്തിച്ചേരുന്നുണ്ട്. ഗോപി പട്ടാളത്തിൽ ജോലി കിട്ടിപ്പോകുന്നതാണ് നോവലിൻ്റെ അവസാനത്തിൽ. അമ്മയ്ക്കും തനിക്കും എന്ന് വിധിക്കപ്പെട്ടിരിക്കുന്ന വിശപ്പിൽ നിന്നുള്ള മോചനം അതുവഴി ലഭിക്കുമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതിലുറപ്പുള്ള ആഗ്രഹമൊന്നും ഗോപിക്ക് ഉണ്ടായിരുന്നില്ല. കണ്ണൂർക്കുള്ള ബസ് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിന്റെ വഴിയിലൂടെ നീങ്ങിയപ്പോൾ ഗോപി തിരുമാന്താംകുന്നിൽ അമ്മയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. യാതൊരു കൃത്രിമത്വവുമില്ലാതെ തൻ്റെ ദേശഭാഷയിലൂടെ തൻ്റെ അനുഭവങ്ങൾ തുറന്നെഴുതുന്ന രീതിയാണ് ഈ നോവലിൽ നന്ദനാർ സ്വീകരിച്ചിട്ടുള്ളത്. ഭാവന ചേർത്ത് ആലങ്കാരിക ഭാഷയിൽ നന്ദനാർ ഒന്നും എഴുതിയിട്ടില്ല. സൈനിക ജോലിയോ ഫാക്ടിലെ ഉദ്യോഗമോ അദ്ദേഹത്തെ തൃപ്തനാക്കിയിരുന്നില്ല. ആത്മകഥാപരമായൊരു നോവൽ എന്ന നിലയിലാണ് അനുഭവങ്ങൾ പിറന്നു വീഴുന്നത്. അമ്മയുടെ രണ്ടാം വിവാഹത്തോടെയുള്ള പക തീർത്തുകൊണ്ട് അമ്മയുടെ രണ്ടാം ഭർത്താവിൽ നിന്നുള്ള കുട്ടികൾ വെറുക്കുകയും മർദ്ദിക്കുകയും ചീത്തവാക്കുകളാൽ അവരുടെ പിതാവിനെയും അവരെയും അഭിഷേകം ചെയ്യുകയും ചെയ്തൊരു ജ്യേഷ്ഠൻ. അനുഭവങ്ങളിലെ ദുഷ്ടകഥാപാത്രമായ ഈ ജ്യേഷ്ഠൻ വായനക്കാരിൽ അയാളോടുള്ള വെറുപ്പിന്റെ തരംഗങ്ങൾ ഉയർത്തിവിടുന്നു. തൻ്റേതല്ലാത്ത തെറ്റിന് മറ്റുള്ളവരുടെ നിന്ദാവാക്കുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന ഗോപി ജീവിതത്തെ വെറുത്തതിൽ അത്ഭുതമില്ല. ജീവിതത്തെ വെറുക്കുന്നവർ മരണത്തെ സ്നേഹിക്കുന്നത് സ്വാഭാവികമാണല്ലോ. 18കാരനായ ഒരു യുവാവ് അടുത്ത വീട്ടിൽ ചായ ഉണ്ടാക്കിയതിനു ശേഷം ഉപേക്ഷിക്കുന്ന ചായ ചണ്ടിക്ക് വേണ്ടി ചെല്ലുന്നത്. അവിടെ നിന്ന് കേൾക്കേണ്ടി വരുന്ന അപമാന വാക്കുകൾ, വിശന്നു തളർന്ന് വീണു പോകുമെന്ന് തോന്നുമ്പോൾ അല്പം ചോറ് ചോദിച്ചാൽ കേൾക്കേണ്ടി വരുന്ന അമ്മയെയും അച്ഛനെയും കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകൾ, ഇവയെല്ലാം ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിലുണ്ടാക്കുന്ന മുറിപ്പാടുകൾ. അവ എത്രമാത്രം വലുതായിരിക്കുമെന്ന് വ്യക്തമാക്കേണ്ടിയതില്ലല്ലോ. അനുഭവങ്ങൾ നന്ദനാരുടെ മൃത്യുവാഞ്ചയെ വിശദീകരിക്കുന്ന നോവലാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അനുഭവങ്ങൾ എഴുതി തീർത്ത് 48-ാം വയസ്സിൽ പുസ്തകം പ്രസിദ്ധീകൃതമാകുന്നതിന് മുൻപേ നന്ദനാർ ആത്മഹത്യ ചെയ്തു. ആത്മകഥാംശമുള്ള ആത്മകഥാകുറിപ്പായി അനുഭവങ്ങൾ മാറി. അപൂർണമായ ആത്മകഥയായി, വിൽപത്രമായി, സ്വയം വിചാരണപത്രമായി, ദേശചരിത്രമായി ഈ നോവലിനെ വായിക്കാമെന്ന് NP വിജയകൃഷ്ണൻ പറയുന്നത് സൂക്ഷ്മ നിരീക്ഷണത്തിൻ്റെ ഫലമായാണ്.